വചനജായ 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 വചനജായ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളാണ്. നമുക്കതുകൊണ്ടൊന്ന് കുരിശ് വരച്ചിട്ട് തുടങ്ങണം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളുടെ തമ്പുരാനെ. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ തെറ്റിയെന്ന് പെട്ടെന്ന് മനസ്സിലായില്ലേ? ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിവാഹത്തിനൊക്കെ പ്രാർത്ഥിക്കാൻ വരുന്ന ചെറുപ്പക്കാരോട് പറയും ഒന്ന് കുരിശ് വരയ്ക്കാൻ പറയും. അപ്പോൾ ഇവരുടെ പ്രശ്നം ഇതാണ്, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഇത് ശരിയാണ്, ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് അവരൊരുമിച്ച് കൊല്ലും. ഇവിടെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളുടെ തമ്പുരാനെ. പിന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും വരുമ്പോൾ ഈ വരയാണ് വരണേ. കാലങ്ങളായിട്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരമായി കൊണ്ട് നടക്കുന്ന ഒരു കുരിശ് വര പോലും നമ്മൾ അത് കൃത്യമായിട്ട് വരയ്ക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഈ കുരിശിനെ ശരിക്കും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്നല്ലേ, ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്നല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞത് കുരിശ് വരയ്ക്കാൻ നമുക്ക് ആദ്യം പഠിക്കണം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇത്രയേ ഉള്ളൂ. കാര്യങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് പോകേണ്ടതാണ്. എന്നിട്ട് ഇത് അത്യാവശ്യം ഒന്ന് പഠിപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ ചോദിക്കും, മക്കൾ ഇതിൻ്റെ അർത്ഥം അറിയാവോ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ 23, 24 തുടങ്ങി 30, 35 വയസ്സ് വരെ കുരിശ് വരച്ചു കൊണ്ടിരിക്കുന്ന പയ്യന്മാരോടാണ് നമ്മൾ ചോദിക്കുന്നത്, ഇതിൻ്റെ അർത്ഥം അറിയാവോ? ഇത്രയും കാലമായിട്ടും വരയ്ക്കുന്ന ആ ഒരു വരയുടെ അർത്ഥം എന്താണെന്ന് ഒരു പിടുത്തമില്ല, ഒരു പിടുത്തമില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പനും അമ്മയും പറഞ്ഞു കൊടുത്തിട്ടില്ല, അച്ഛന്മാർ പറഞ്ഞു കൊടുത്തിട്ടില്ല, കാറ്റഗിസം ടീച്ചേഴ്സ് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഒരു തലമുറ അങ്ങനെ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ കുരിശ് വരയുടെ അർത്ഥം എന്താണെന്ന്? പ്രശ്നം അവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനിയുള്ളൊരു തലമുറയ്ക്കെങ്കിലും ഇത് പിടികിട്ടണമെന്ന് നല്ല നിർബന്ധത്തോടു കൂടെ നമുക്കിതൊന്ന് ശീലിപ്പിച്ചേ പറ്റുള്ളൂ എന്നേ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എൻ്റെ വിചാരങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് എൻ്റെ വാക്കുകളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, എൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കണം. എൻ്റെ വിചാരം, വാക്ക്, വികാരം, അതായത് ഞാൻ മുഴുവനായി ദ ഹോൾ മീ, എന്നെ മുഴുവനായിട്ട് എൻ്റെ വിചാരം, വാക്ക്, വികാരം എന്നെ മുഴുവനായിട്ട് ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ വിശുദ്ധീകരിക്കണം. അതാണ് വലിയൊരു കുരിശ്. ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ വിശുദ്ധീകരിക്കണമേ എന്ന ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു പ്രാർത്ഥനയായത്. ഇത് മനസ്സിലാക്കാതെ എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനിയായിട്ട് നമ്മൾ ഇത്രയും കാലം ജീവിച്ചേ? വെറുതെ ഒന്നുമല്ല. നമ്മൾ പുറത്തേക്ക് ഒരു യാത്ര ഇറങ്ങി പോകുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മുടെ അമ്മമാർ ഇങ്ങനെ പിടിച്ചിരുത്തി നമ്മുടെ നെറ്റിയിലൊരു കുരിശ് വരച്ച് തന്നിട്ട് വിട്ടിരുന്നത്. ചില വീടുകളിലെങ്കിലും രാത്രി കിടക്കുന്നതിന് മുൻപ് പായുടെ 4 ഭാഗത്തും കുരിശ് വരച്ചിട്ട് മാത്രം കുഞ്ഞുങ്ങളെ കിടത്തിയുറക്കിയിരുന്നതിൻ്റെ ശീലമൊക്കെ ഇത് കാരണം. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള പ്രാർത്ഥന നമുക്ക് വേറെ ഇല്ല, വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം ലഭിക്കുന്ന പ്രാർത്ഥന. അതുകൊണ്ടാണ് ഓരോ പ്രാർത്ഥന തുടങ്ങുമ്പോഴും നമ്മൾ ഈ ഒരു കുരിശ് വരച്ചുകൊണ്ട് തുടങ്ങണേ. ഒരു ഹല്ലേലൂയൊക്കെ പറഞ്ഞ് തുടങ്ങിയാൽ പോരെ നമുക്ക് പ്രാർത്ഥനകളൊക്കെ? അതങ്ങനെയല്ല. എന്നെ മുഴുവനായിട്ട് വിശുദ്ധീകരിച്ച് ത്രിയേക ദൈവത്തിന് സമർപ്പിച്ചിട്ട് വേണം നമുക്കെല്ലാം ആരംഭിക്കാനെന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ ഒരു ശീലം നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. അത്രയ്ക്ക് പവർഫുള്ളാണ്. കാരണം ഈ കുരിശ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളതാണ്. ഈ ഡയറി മിൽക്കിൻ്റെയൊക്കെ പരസ്യം കണ്ടിട്ടില്ലേ? ഹൗ ഫാർ വിൽ യു ഗോ ഫോർ ലവ്? അതാണ് അതിൻ്റെ ക്യാപ്ഷൻ. ഹൗ ഫാർ വിൽ യു ഗോ ഫോർ ലവ്? നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി എത്ര ദൂരം പോകും? എന്നിട്ട് ആ ഒരു പെൺകുട്ടി താഴേക്കൂടി നടന്നു പോകുമ്പോൾ അവൾക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ പല കെട്ടിടങ്ങളുടെ മുകളിലൂടെ കൃത്യമായിട്ട് അവളുടെ മുകളിൽ നിഴൽ വരുന്ന വിധത്തിൽ അവൻ കുടയും ചൂടി ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ കുടയൊക്കെ ഒന്ന് എടുത്ത് എന്നിട്ട് കർത്താവിനെ കാണ്, കുരിശിങ്ങനെ തോളിലേന്തി എനിക്ക് വേണ്ടി ആ മലയിലൂടെ നടക്കുന്ന കർത്താവിനെ ഒന്ന് ഓർക്ക്. ഹൗ ഫാർ വിൽ യു ഗോ ഫോർ ലവ്? ഇങ്ങനെ ഇത്രയും കൈവിരിച്ചിങ്ങനെ കിടക്കുന്ന കർത്താവിൽ നമുക്കതിൻ്റെ അർത്ഥം, ഉത്തരം കിട്ടും കൃത്യമായിട്ട്. എത്ര ദൂരം നീ സ്നേഹത്തിന് വേണ്ടി സഞ്ചരിക്കും? ഇത്രയും ദൂരം, ഈ കുരിശോളം. ഇതിനപ്പുറത്തേക്ക് ഒരു പോക്കില്ല ശരിക്കും, ഒരു ഉത്തരവില്ല ശരിക്കും. കുരിശോളം ഞാൻ എൻ്റെ സ്നേഹത്തിന് വേണ്ടി പോകും. അതുകൊണ്ടാണ് ഈ കുരിശ് നമ്മളെ ബലപ്പെടുത്തുന്നത്. ഒരുപാട് ഈ തൂങ്ങിക്കിടക്കുന്ന കുരിശ് ഇതിങ്ങനെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ചത് കൊണ്ട് മാത്രം എത്ര പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെന്നറിയോ? എത്ര പ്രതിബന്ധങ്ങളെ അതിജീവിച്ചിട്ടുണ്ടെന്നറിയോ? ഈ പുത്തനച്ഛന്മാർക്ക്
അവരെ പട്ടം സ്വീകരിക്കുന്നതിൻ്റെ തലേദിവസം കൊണ്ടുപോയി ബെനഡിക്റ്റിൻ ക്രോസ് കൊടുക്കുന്ന ഒരു ശീലമുണ്ട്. സന്തോഷമാണത്. നമ്മൾ പറയാറുള്ള മക്കളെ ഈ കുരിശായിരിക്കും ഇനി ഉണ്ടാവാൻ പോകുന്നത്. അവരിൽ പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അച്ഛാ ആ മേശപ്പുറത്തിരിക്കുന്ന കുരിശ് തന്ന ബലമുണ്ട്. പ്രത്യേകിച്ച് പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഈ കുരിശിൽ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ, ഈ കുരിശെന്നെടുത്ത് കയ്യിൽ പിടിച്ച് പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കിട്ടുന്നൊരു ശക്തിയുണ്ട്. സ്വർഗത്തിൻ്റെ വലിയ വലിയ കരുത്തിങ്ങനെ പ്രവഹിക്കുന്നത് അറിയാൻ പറ്റും. സെന്റ് സാക്കീസ് തൻ്റെ ബാല്യകാലം ഓർമ്മിച്ചെടുക്കുന്നത് അങ്ങനെയാണ്. അപ്പൻ ഈ കുഞ്ഞ് സാക്കീസിനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങനെ വിപ്ലവകാരികളായിട്ട് കുരിശിന്മേൽ തൂക്കപ്പെട്ട് കൊല്ലപ്പെട്ട പടയാളികളുടെ അടുത്ത് കൊണ്ടുവരുന്നു. വിപ്ലവകാരികളാണ്. അവരെ ഭരണകൂടം ഇങ്ങനെ കുരിശിന്മേൽ തൂക്കി കൊന്നതാണ്, ആണിയടിച്ചിട്ടേക്ക്. മരിച്ചു കിടക്കുന്ന ഓരോ പടയാളിയുടെ അടുത്ത് ചെന്നിട്ട് അപ്പം പറയും, നീ എന്നവരുടെ പാദങ്ങളിൽ തൊട. ഏതാണ്ട് അഴുകിത്തുടങ്ങുന്നവരുടെ പാദങ്ങളിൽ ചെന്ന് തൊടാനായിട്ട് കുഞ്ഞു സാക്കീസിന് ഇത്തിരി വിഷമമുണ്ട്. അപ്പൻ നിർബന്ധിക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ പറയുന്നത്, അവിടെ ചെന്നിങ്ങനെ കാലുമ്മേലൊന്ന് തൊടുമ്പോൾ, ആ കുരിശിൽ തൂക്കപ്പെട്ടവൻ്റെ കാൽപാദത്തിന്മേലൊന്ന് തൊടുമ്പോൾ, കണ്ണടച്ചു തൊടുന്ന നേരത്തുള്ളിലേക്ക് പ്രവഹിക്കുന്ന വൈദ്യുതി സ്ഫുലിംഗങ്ങൾ പോലുള്ള ഒരു ഉണർച്ചയുണ്ട്, ഒരു ഉണർവുണ്ട്. ശരിക്കും ഭയങ്കരമായിട്ടൊരു ഷോക്ക് അടിക്കുന്ന പോലത്തെ ഒരു അനുഭവം. അത് ഒരിക്കലും ലൈഫിൽ നിന്ന് വിട്ടുപോയിട്ടുമില്ല. നിങ്ങൾ സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രയാസങ്ങളുടെ നേരത്ത് അൾത്താരയിൽ ചെന്നിട്ട് തൂക്കപ്പെട്ട രൂപം അവിടെ ഉണ്ടെങ്കിൽ ആ കർത്താവിൻ്റെ കാലിന്മേലൊന്ന്, ആ കുരിശിന്മേലൊന്ന് പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു കുരിശുണ്ടെങ്കിൽ ആ കുരിശിന്മേലൊന്ന് അമർത്തി പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക. നിങ്ങൾക്ക് കിട്ടിയിരിക്കും ആ ഷോക്ക്. വെറുതെ പറയണതല്ല, ലൈഫിൽ നിന്ന് കിട്ടിയിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് നിങ്ങൾ തിരിച്ചു പോകുന്നത് പഴയ മനുഷ്യനായിട്ടല്ല, നേരെ മറിച്ച് സ്വർഗത്തിൻ്റെ ശക്തിയും നിറച്ചിട്ട് അത്രയും പവർഫുള്ളായിട്ട് നിങ്ങൾക്ക് പോകാനായിട്ടുള്ള സ്വർഗത്തിൻ്റെ ബലമാണ് ഈ കുരിശ്. വെറുതെ അല്ല. വചനം പറയണത് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ, എൻ്റെ പുത്രൻ്റെ ചെങ്കോലിനെ നിങ്ങൾ സാധാരണ മരക്കഷ്ണങ്ങളെ പോലെ നിന്ദിച്ചു. അത് വെറുതെ ആയിട്ട് നമ്മൾ വിട്ടുകളഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല, ഇത് പവർഫുള്ളായിട്ടുള്ളൊരു വെപ്പനാണ്. നമ്മുടെ ലൈഫിനെ ശക്തിപ്പെടുത്തുന്ന, കൃപ കൊണ്ട് അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്ന സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ കരുത്താണ് ഈ കുരിശ്. അതിനെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് നമുക്കൊന്ന് ജീവിതമൊന്ന് രണ്ടാമത് ആരംഭിച്ചു തുടങ്ങാം. ഇത്രയും നാൾ കുഴഞ്ഞാടി നടന്നതുപോലുള്ള ജീവിതമായിരിക്കില്ല. കരുത്തോടുകൂടെ, ഒന്നിനെയും ഭയപ്പെടാതെ, ഇങ്ങനെ വലിയ ശക്തിയോടുകൂടെ ഇനി ജീവിച്ചു തുടങ്ങാനായിട്ട് പറ്റും. അതിന് കർത്താവിൻ്റെ കുരിശ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ കുരിശ് നമ്മൾക്ക് സംരക്ഷണം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളാശംസകൾ. വചനജായ 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 വചനജായ